അവസാനം മുഖ്യമന്ത്രി കുറവിലങ്ങാട് വെച്ച് തുറന്നു സമ്മതിച്ചു കേരളം കടുത്ത ധനപ്രതിസന്ധിയിലാണെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ധനപ്രതിസന്ധിയിലാണെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കാൻ ഇടവന്നത്? അത് സത്യം പറഞ്ഞാൽ ഒരു മുൻകൂർ ജാമ്യമെടുക്കലാണ്. നമുക്കറിയാം, KTDFCയുടെ കടവുമായിട്ട് ബന്ധപ്പെട്ട് പണം തിരിച്ചു കൊടുക്കലുമായിട്ട്, ഇൻവെസ്റ്റേഴ്സിനുള്ള പണം തിരിച്ചു കൊടുക്കലുമായിട്ട് ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയെ കോടതിയുടെ മുൻപാകെ വിളിച്ചു വരുത്തിയപ്പോൾ ചീഫ് സെക്രട്ടറി ഖജനാവ് കാലിയാണെന്നുള്ള വസ്തുത കോടതിയുടെ മുൻപാകെ ബോധിപ്പിക്കുകയും ഫിനാൻഷ്യൽ എമർജൻസിക്ക് തുല്യമായ സ്ഥിതിയിലാണോ സംസ്ഥാനം എന്ന് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ അതും തീർന്നില്ല. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ എമർജൻസി എന്ന ഒരു ആശയം കോടതിയിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വന്നു. അതിൽ ഒരു പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഗവർണർ ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള സാധ്യതകളെപ്പറ്റി, അതിൻ്റെ ആവശ്യകതയെപ്പറ്റി ബോധ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട്, അതായത് ശ്രീ ശശികുമാർ കൊടുത്ത ഇങ്ങനെ കേരളം കടുത്ത ധനപ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് തന്നെ കേരളത്തെ ഫിനാൻഷ്യൽ എമർജൻസി ഉള്ള സംസ്ഥാനമായി ഡിക്ലെയർ ചെയ്യാനായിട്ട് രാഷ്ട്രപതിയോട് റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ശ്രീ ശശികുമാർ കൊടുത്ത ആ മെമ്മോറാണ്ടം അതിനെ ഫോർവേഡ് അതിന് കാരണങ്ങൾ ഒക്കെ ചോദിച്ച് അതിൻ്റെ യഥാർത്ഥ സ്ഥിതിവിശേഷം എന്താണ്, സ്ഥിതിഗതികൾ എന്താണ് എന്ന് ആരാഞ്ഞ് ഗവർണർ ചീഫ് സെക്രട്ടറിയോട് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുന്ന അവസരത്തിൽ വരാനിരിക്കുന്ന അപകടം മണത്തറിയുന്നു മുഖ്യമന്ത്രി. തീർന്നില്ല, അവിടെയും തീർന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഗവർണറെ വഴിക്ക് ആക്രമിക്കാനായിട്ട് DYFIക്കാർ തുനിഞ്ഞിറങ്ങുന്നതും അത് വലിയ പ്രശ്നത്തിലേക്ക് കലാശിച്ചു. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ പ്രസിഡന്റ് ഭരണം തന്നെ കേരളത്തിൽ കൂടായികയില്ല എന്നാണ് സുപ്രീം കോടതി അഭിഭാഷകരും അങ്ങനെയുള്ളവർ പോലുള്ളവർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അതായത് ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് ഗവർണറെ ആക്രമിച്ചാൽ, അതായത് ഗവർണർ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് രാഷ്ട്രപതി. അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ് ഗവർണർമാർ. അങ്ങനെയുള്ള ഗവർണറെ വഴിക്ക് ആക്രമിക്കുക വലിയ ഒഫൻസായി തീരും. അതുകൊണ്ട് ഗവർണർ ആവശ്യപ്പെടാതെ തന്നെ ഈ 356 വകുപ്പ് അനുസരിച്ച്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 356 വകുപ്പ് അനുസരിച്ച് വേണമെങ്കിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ചില അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആദ്യമേ തന്നെ ഒന്ന് ബെയിലെടുക്കുന്നത്. അതായത് കേരളം ഒരു പക്ഷേ കടക്കണിയിലേക്ക് പോയേക്കാം. അങ്ങനെ പോകുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ സംസ്ഥാന ഗവൺമെൻറ് അല്ല. അപ്പോഴും ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഈ കടക്കണിയിലേക്ക് പോകുന്നു എങ്കിൽ അങ്ങനെ ആശങ്കാജനകമായ അവസ്ഥയാണ്. പക്ഷേ അതിൻ്റെ കാരണങ്ങളൊന്നും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ധൂർത്തോ ഒന്നുമല്ല. ഇതിൻ്റെ കാരണങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനെ ഒരു ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, കടക്കണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെയാണ് മുഖ്യമന്ത്രി അവിടെ നിരത്തുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി അവിടെ പറഞ്ഞ പ്രസ്താവനയിൽ ഒരു പെശകുണ്ട്. ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് സംസ്ഥാനത്തിന് 3.5%, അതായത് ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 3.5% കടമെടുക്കാം. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആകാം, അതും അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റായി പഠിപ്പിച്ചു കൊടുത്തതുമാകാം. എന്തായാലും സാധാരണ വർഷങ്ങളിൽ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാവുന്നത് GSDPയുടെ 3% മാത്രമാണ്, 3.5% അല്ല. അപ്പോൾ ഈ 3% എടുക്കാമെന്നുള്ളതിന് ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. ഏതെങ്കിലും കാരണം, ഉദാഹരണത്തിന് കോവിഡിൻ്റെ കാലത്ത് 1.5%, 4.5% വരെ കടമെടുക്കാൻ സമ്മതിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം മാത്രമേ മാറ്റമുണ്ടാകൂ. അതല്ലാതെ
ഏകപക്ഷീയമായിട്ട് ഒരു സംസ്ഥാനത്തിന് 3.5% കടമെടുക്കാം എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ ഈ 3% കടമെടുക്കാവുന്ന അവസരത്തിൽ നമ്മുടെ GDP-യുടെ 3% എത്രയാണ്? കേരളത്തിൻ്റെ 2023-24 ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന GSDP എന്ന് പറയുന്നത് 11,32,194.01 കോടിയാണ്. അപ്പോൾ അതിൻ്റെ 3% എന്ന് പറയുമ്പോൾ ഒരു 33,965 കോടിയാണ് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത്. അത്രയും കടമെടുക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കേന്ദ്രം ഒരു കടുമിട്ട് വെട്ടിയത്. എന്തായിരുന്നു ആ കടുമിട്ടിൻ്റെ കാരണം? അതായത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് കേരളം കിഫ്ബി എന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴി വായ്പയെടുക്കാൻ തുടങ്ങി 2016-17 ബജറ്റിൽ. കൂടാതെ തന്നെ 16-17 ബജറ്റിൽ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് എന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴിയും വായ്പയെടുക്കാൻ തുടങ്ങി. ആദ്യത്തെ വായ്പ, അതായത് കിഫ്ബി വഴിയുള്ള വായ്പ എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡാണ്. കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടിയാണ് ആ വായ്പ എടുക്കുന്നത് എന്നാണ് കിഫ്ബി ഗവൺമെൻറ് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ആ കടം എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ കടത്തിൻ്റെ പലിശയും മുതലും ഒക്കെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഇത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്, ഇത് ബജറ്റിന് പുറത്താണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു മുൻകരുതൽ എന്നതുപോലെ ഡോക്ടർ തോമസ് ഐസക് ഒരു കാര്യം ചെയ്തു. എന്താണത്? ബജറ്റിൽ കൊണ്ടുവന്ന 1% പെട്രോളിയം സെസ്, ആ പെട്രോളിയം സെസ് നേരെ കിഫ്ബിയുടെ അക്കൗണ്ടിലേക്ക് വിട്ടു. നേരെ അത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്ക് വിടുക എന്ന് പറഞ്ഞ് ശരിക്കും പെട്രോളിയം സെസ് എങ്ങോട്ടാണ് പോകേണ്ടത്? ഖജനാവിലേക്കാണ് പോകേണ്ടത്. ഖജനാവിലേക്ക് പോകേണ്ട സെസ്സിനെ വഴിതിരിച്ച് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്ക് വിട്ടു. ഉടനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും CAG ഒക്കെ പറഞ്ഞു, ഇത് ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പല്ല, ഇത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിലുള്ള കടമെടുക്കലല്ല, ആ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനെ ബജറ്റിനകത്ത് കൊണ്ടുവരണം. കാരണം ബജറ്റിൽ ഏർപ്പെടുത്തിയ സെസ് അതിലേക്കാണ് പോകുന്നത് എന്ന് വെച്ചാൽ അതിന് ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനും ബജറ്റിനും തമ്മിൽ പൊക്കിൾക്കൊടി ബന്ധമുണ്ട്, അത് ബജറ്റിനകത്ത് വരണം. തീർന്നില്ല, രണ്ടാമത് ഒരു കാര്യവും കൂടി ചൂണ്ടിക്കാണിച്ചു. എന്താണത്? അതായത് 50% മോട്ടോർ വെഹിക്കിൾസ് ടാക്സിൽ നിന്ന് കിട്ടുന്ന 50% വരുമാനവും നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ CAG, റിസർവ് ബാങ്ക്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒക്കെ പറഞ്ഞു അത് ബജറ്റിൽ തന്നെ, കിഫ്ബി എന്ന് പറയുന്നത് സ്പെഷ്യൽ പർപ്പസ് അല്ല, അത് ബജറ്റിനകത്ത് തന്നെ വരണം. ഇനി മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട വേറൊരു കാരണങ്ങൾ കൂടി ഇത് ബജറ്റിനകത്താണ് എന്ന് വരുത്താൻ വേണ്ടി അവർ ചൂണ്ടിക്കാണിച്ചു. അതെന്താണ്? അതായത് ഗവൺമെൻറ്റാണ് ഗ്യാരണ്ടർ. കിഫ്ബി ബോണ്ടുകളിലും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ബോണ്ടുകളിലും ജനങ്ങൾ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, പണം നിക്ഷേപിക്കുന്നു? കാരണം അതിൻ്റെ ഗ്യാരണ്ടർ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് ഉള്ളിടത്തോളം കാലം ഗവൺമെൻറ് അതിൻ്റെ പലിശയും മുതലും തിരിച്ചു കൊടുക്കും. ഇനി സംസ്ഥാന ഗവൺമെൻറ് പൊട്ടിപ്പോകുന്നു, കടക്കണിയിലേക്ക് പോകുന്നു എന്നൊരവസ്ഥ വന്നാൽ ബെയിൽ ഔട്ട് ചെയ്യാൻ, അതായത് മുൻകൂർ ജാമ്യം കൊടുക്കാൻ ആരുണ്ട്? കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്. ഇതൊരു ഫെഡറൽ സംവിധാനമുണ്ട്. അപ്പോൾ ആ ധൈര്യത്തിൻ്റെ പുറത്താണ് കിഫ്ബിയിലെയും സ്പെഷ്യൽ പർപ്പസ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ടിൻ്റെയും ബോണ്ടുകളിൽ ജനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വിദേശ രാജ്യങ്ങൾ, നമുക്കറിയാം കിഫ്ബിയുടെ ബോണ്ടിൽ ആദ്യം നിക്ഷേപിച്ചത് CDPQ എന്ന കനേഡിയൻ പെൻഷൻ ഫണ്ടാണ്. അപ്പോൾ അങ്ങനെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും സ്വദേശ ധനകാര്യ സ്ഥാപനങ്ങളും പ്രവാസികളും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിന് ഈ ഗ്യാരണ്ടർ സംസ്ഥാന ഗവൺമെൻറ്റാണ്, അൾട്ടിമേറ്റ്ലി കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ട് റിസർവ് ബാങ്കും കേന്ദ്ര ഗവൺമെൻറ്റും നിലപാടെടുത്തു. ഈ കിഫ്ബിയെയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡിനെയും ബജറ്റിനകത്ത് കൊണ്ടുവരണം, ബജറ്റിനകത്തുള്ള കടമെടുപ്പായിട്ട് കണക്കാക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ ഈ 3% കടമെടുക്കുക എന്ന് പറഞ്ഞതിൽ ഈ കടം, അതായത് പുറത്തു നിന്നെടുക്കുന്ന കടമാണ്, ബജറ്റിനകത്തെ അല്ല എന്ന് ക്ലെയിം ചെയ്തുകൊണ്ടിരുന്ന കിഫ്ബി വഴിയുള്ള കടവും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയുള്ള കടവും ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തി.
അങ്ങനെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിരുന്ന് സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിക്കാതെ വന്നപ്പോൾ നിശ്ചയദാർഢ്യത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ 1990-91 ഇന്ത്യയിൽ സംഭവിച്ചത്, അങ്ങനെ സംഭവിക്കരുത് ഒരു സംസ്ഥാനത്തിനും രാജ്യത്തിനും. അതുകൊണ്ടാണ് ഡെലിബറേറ്റായിട്ട് മനഃപൂർവ്വമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഈ പ്രാവശ്യം കേരളത്തിന് എടുക്കാവുന്ന കടം ഈ 3% തന്നെ. പക്ഷേ ആ 3%-നകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ 2016-17 മുതൽ ടിൽ ഡേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡും കിഫ്ബി വഴിയും എടുത്ത കടം ഇനി വരുന്ന 2-3 വർഷങ്ങളിലേക്കായിട്ട് ഭാഗമാക്കുക. അതിൻ്റെ ഒരു ഭാഗം ഈ വർഷം എടുക്കുക, ഈ വർഷത്തെ കടത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുക. അങ്ങനെ വെട്ടിക്കുറച്ച് എടുക്കാവുന്ന കടത്തിൻ്റെ പരിധി നിശ്ചയിച്ചപ്പോൾ നമുക്ക് എടുക്കാമായിരുന്ന, അതായത് ഈ വർഷം മുഴുവൻ എടുക്കാമായിരുന്ന കടത്തിൽ 3800 കോടി രൂപ മാത്രമാണ് ഓണത്തിന് ശേഷം അവശേഷിച്ചത്. അങ്ങനെ 3800 കോടി രൂപ മാത്രം ഓണത്തിന് ശേഷം അവസാനിച്ച 3800 കോടിയും ഇല്ലായിരുന്നു, ആകെപ്പാടെ 52 കോടി രൂപയാണ് തിരുവോണം കഴിഞ്ഞതോടുകൂടി നമുക്ക് ബാക്കിയായി അവശേഷിച്ചത്. അപ്പോഴാണ് കോടതിയിൽ പോകും, അങ്ങനെയാണ് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, കേന്ദ്രം ഞങ്ങളെ ചതിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടി, ചെല്ലുന്നിടത്തെല്ലാം മുറവിളി കൂട്ടി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തെ ഭീഷണിപ്പെടുത്തി. ആ ഭീഷണി കേട്ടൊന്നും അല്ല കേന്ദ്രം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കിഫ്ബിയുടെയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡിൻ്റെയുമായി ഈ പ്രാവശ്യം കടത്തിൽ നിന്ന് വെട്ടിക്കുറച്ചത് റിലീസ് ചെയ്യുന്നു. ആ വെട്ടിക്കുറവ് അടുത്ത വർഷം മുതൽ മതി, ഈ വർഷം അത് വെട്ടിക്കുറയ്ക്കുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ 3140 കോടി കൂടി സംസ്ഥാനം കടമെടുത്തുകൊള്ളൂ എന്ന തീരുമാനത്തിലെത്തിയത്. അത്രയുമായിരുന്നു. അതായത് കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ടും കൂടി 14,000 കോടിയിലധികമാണ് കടമെടുത്തിരിക്കുന്നത്. അതിൻ്റെ 3 ഭാഗിച്ച ഒരു ഭാഗമായിട്ടാണ് ഈ 3140 കോടി ഈ വർഷം എടുക്കാൻ പാടില്ല എന്ന് നിശ്ചയിച്ചിരുന്നത്, വിലക്കേർപ്പെടുത്തിയത്. ആ 3140 കോടി അടുത്ത വർഷത്തെ എമൗണ്ടിൽ നിന്ന് ഞങ്ങൾ കട്ട് ചെയ്തു കൊള്ളാം. ഈ പ്രാവശ്യം നിങ്ങൾ ആ വായ്പ അത്രയും ഗുരുതരാവസ്ഥയിലാണെങ്കിൽ, അപ്പോൾ ഓർമ്മിക്കണം, അത്ര ഗുരുതരാവസ്ഥയിലാണ് സംസ്ഥാനം ഇപ്പോൾ നിലനിൽക്കുന്നത്, ധനപ്രതിസന്ധി അത്ര രൂക്ഷമായിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ വന്നു. അപ്പോൾ അങ്ങനെ കേണപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് താഴ്ന്നപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ധനവകുപ്പ് തീരുമാനിക്കുന്നത് എങ്കിൽ ഈ വർഷത്തെ ആ വെട്ടിക്കുറവ് 3140 കോടി വെട്ടിക്കുറയ്ക്കേണ്ട, അടുത്ത വർഷത്തെ കടത്തിൽ നിന്ന് അത് വെട്ടിക്കുറയ്ക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു ഔദാര്യം സമ്മതിച്ചത്.